ഷിവുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ പേരായിട്ട് ചോദിക്കണു ഷിവുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, ഷിവുവിന് ഒരുക്കണത് എങ്ങനെയാണ്, അത് ഇതൊക്കെ കാണിക്കാൻ പറയാറുണ്ട്. പക്ഷെ നമുക്ക് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും പരമാവധി പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, രണ്ടാളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അച്ഛനും മോളും നല്ല ഉറക്കത്തിലാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടുവിൻ്റെ അമ്മ വന്നിട്ടുണ്ട്, അമ്മയും മഞ്ചേച്ചി തലേദിവസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ നേരത്തെ എണീറ്റു. അപ്പോൾ സോഫയിൽ കിടക്കുകയാണ്, വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതേ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി ഷിവുവിൻ്റെ നേരത്തെ സെറ്റാക്കി ഞാൻ. ഇപ്പോൾ എനിക്കും കുട്ടനുള്ള മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഷിവുവിന് മുട്ട കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദോശയാണ് കൊടുത്തേക്ക്. പിന്നെ ഞാൻ രാവിലെ ചെറുപയർ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ ഇന്നലെ വന്നപ്പോൾ മറ്റേ ബീഫ് ഉണ്ടല്ലോ, അത് നല്ല മരുന്ന് വെപ്പ് വെച്ചിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ രാവിലെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ ഇങ്ങനെ തുളി നിൽക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ മഞ്ഞും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക, പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ശിവനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇങ്ങനെ പാട്ടൊക്കെ വെക്കും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ മെല്ലെ മെല്ലെ നല്ല ഹാപ്പി ആയിട്ട് എണീക്കും. അപ്പോൾ അതേ കുട്ടി പല്ലേച്ചുകൊണ്ടിരിക്കുകയാണ്. എണീക്കാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഫുൾ ആക്റ്റീവാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ ചെറിയൊരു വാശിയാണ് കേട്ടോ. എന്നാലും പക്ഷെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് കഴിപ്പിച്ചു ശിവനെ കൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അയൺ ചെയ്യാണ്, ആ സമയം കൊണ്ട് കുട്ടു ശിവനെ കുളിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ ചിലപ്പോൾ കുട്ടുമായിരിക്കും അയൺ ചെയ്യുക, ഞാൻ ശിവനെ കുളിപ്പിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാശി. കാരണം വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടുവാണ് ശിവൻ്റെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കൽ, കുളിപ്പിക്കൽ, ഡ്രസ്സ് ഇടിപ്പിക്കലൊക്കെ ചെയ്ത്, പിന്നെ മുടി കെട്ടൽ, ഫുഡ് കൊടുക്കൽ, അതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യൽ. അപ്പോൾ അതേ ശിവന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുക, കാര്യങ്ങൾ എന്ന് വെച്ചാൽ വാശി ഉണ്ടാവില്ലേ, കുട്ടി ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കുക. എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ട് അത് കാരണം കൊണ്ട്. എല്ലാത്തിനും കുട്ടി ഹെൽപ്പ് ചെയ്ത് നിൽക്കും എൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഇതില്ല, പണികളില്ല. രാവിലത്തെ നേരത്തെ എൻ്റെ ഉണ്ണിക്ക് ഫുഡ് കൊടുത്തേക്കാന്ന് വെച്ചാൽ വലിയ പണിയുള്ള കാര്യങ്ങളും അല്ല. അപ്പോൾ അതൊരു സമാധാനമാണ് എനിക്ക് കേട്ടോ. ശിവൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സെബാമെദിൻ്റെ ക്രീമും ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ക്രീം ഫേസിലും ലോഷൻ മേലൊക്കെ അപ്ലൈ ചെയ്യും. മേലെന്ന് വെച്ചാൽ കയ്യുമ്മലും കാലുമ്മലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യും. പിന്നെ അതേ ഞങ്ങൾ ശിവനെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങളും ശിവൻ്റെ കൂടെ നടക്കുകയാണ്. അപ്പം ഒന്ന് തരി നടക്കാനുണ്ട്, അത് കാരണം കൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ നടക്കും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ എന്താ പറയുക, അവിടെ നടന്നെത്തണ വരെ ശിവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് പണി. അപ്പോൾ നമ്മൾ ഇപ്പോൾ അച്ഛമ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് പോവാണ്. ചെടി വീണെടുക്കും. നോക്കിയാൽ വണ്ടി വരാറായി, നമുക്ക് വേഗം നടക്കാം. ശിവക്ക് അവിടെ എത്തിയിട്ട് സംസാരിച്ചാലോ? ശിവന് സംസാരിക്കണം എന്ന്, അവിടെ എത്തി സംസാരിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ശിവുവിൻ്റെ വണ്ടി ഇതേ വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ശിവ കയറി പോകുന്നത് അങ്ങനെ വീഡിയോ എടുക്കലില്ലല്ലോ. അപ്പോൾ എന്തായാലും അതൊന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ശിവനാണെങ്കിലേ വായ പൊത്തിയിട്ടൊരു ചിരിയുണ്ട് കേട്ടോ. അവരെല്ലാവരും കണ്ടു കഴിഞ്ഞത് അവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കയറുമ്പോൾ കണ്ടോട്ടോ, വായ പൊത്തി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് കാണുമ്പോൾ എനിക്കെന്താ ചിരി വരും കേട്ടോ. അപ്പോൾ ആളിത് ചിരിച്ചുകൊണ്ടിരിക്കുക, അവരെല്ലാവരും ഇങ്ങനെ ചിരിച്ച് കളിയാക്കും കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ വണ്ടിയിലെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശിവന് പറഞ്ഞയച്ചപ്പോൾ കുട്ടുവിൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഞങ്ങൾക്കൊക്കെ പോകണമായിരുന്നു. അപ്പോൾ മാമ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ മേടിച്ചു തന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു, വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കഴിച്ചത്. ശിവു ഇന്ന് സ്കൂളിൽ പോയി ഓരോന്നുണ്ടാവട്ടാ. ഇന്നലെ താരുവിൻ്റെ കൂടെ കൂട്ടിടിച്ച് വീണു. ഇന്ന് അമ്പിക്ക് പോയിട്ട് മൂക്ക് കൂട്ടിടിച്ചു, വണ്ടിയിലിരുന്ന് ഉറങ്ങി. മൂക്ക് കൂട്ടിയിടിച്ച് തൃശ്ശൂർക്ക് പരിക്ക്. വേദന ഇല്ലാന്ന് പറഞ്ഞ മാറിപ്പോയിന്ന് എന്നുറക്കാട്ടപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എന്നിട്ടാണ് ചേച്ചി ഇങ്ങനെ വിടണേ. പോവാം, എന്തേലും പറയടോ. ഉറങ്ങായിരുന്നു പറഞ്ഞ ഇറങ്ങിയുള്ളൂ. അതേ മഴ പെയ്തുട്ടാ, കാണണ്ട നമുക്ക്, മഴ പെയ്തു. ശിവ പോടാണ് എവിടെ എങ്ങനെ സൂക്ഷിക്കാൻ പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ? മഴ പെയ്യണക്ക് ടീച്ചർ പറഞ്ഞൂല്ലേ? ശിവ ഒന്ന് ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലേ? നോക്കി നോക്കട്ടെ കേട്ടോ.
എന്ത് എല്ലാം കഴിഞ്ഞ് സ്നാക്സ് ബോക്സ് കാലിയാണ്. ആർക്കാ കൊടുത്താ? ആരിന് കൊടുത്താ? താരും എന്നിട്ട് കൊണ്ടുവന്നിട്ടാ മാംഗോയാ? ശിവന് മാങ്കോ കൊണ്ടുവന്നിട്ട് മേടിച്ചിട്ടുണ്ട്. മുട്ട കഴിച്ചില്ലേ? ഉണ്ണി കഴിച്ചിട്ടുണ്ടല്ലേ? തരി മാത്രം കഴിച്ചിട്ടില്ല, ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇതിലെന്തായിരുന്നു? എന്താ ശിവോ മതി, നല്ല കുറെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇന്ന് എന്നലത്തേക്കാളും കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മ കഴിക്കണേ കഴിച്ചോട്ടെ എന്ന് വെച്ചു. ഇനി എന്നും വെക്കണ പോലെ വെക്കാട്ടാ. ഇന്ന് കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം കഴിച്ചിട്ടില്ല. പറഞ്ഞ പോലെ കുട്ടി ആ കറക്റ്റ് അളവിനുള്ളതിനെ കഴിക്കണമല്ലോ. ഇന്ന് കോട എടുക്കാണ്ടാണ് ഞങ്ങൾ ശിവൻ എടുക്കാൻ പോയത്. അപ്പോൾ അവിടെ നിന്ന് നൈസായിട്ട് മഴ ചാരി തുടങ്ങി. കറക്റ്റ് വീട്ടിലെത്തിയപ്പോൾ മഴ വരും. ഇതിലിപ്പോ നമുക്ക് ഭാഗ്യം ശിവനെ ഭാഗ്യം. ശിവന് അല്ലാണ്ട് പാർക്ക മഴ പെയ്ത് നല്ല മഴ. ബിരിയാണി വേണോ ശിവ? ബിരിയാണി വേണോ ശിവ? ഇതെന്ത് കോളാക്കിയില്ലോ നീ? ഇതെന്തെന്നത് കൃത്യമായിട്ട് അടിക്കണ്ട പൊന്നാ. ഇതിന് എക്സലന്റ് തരുമോ? അങ്ങനെ പറഞ്ഞു. പുറത്തേക്ക് പോകണ്ട അടിക്കണ്ട ബേബി. എന്ത് പുറത്തേക്ക് പോയിട്ട് അടിക്കാനാ? ഭംഗി ഉണ്ടാവട്ടെ പൊന്നോ, മെല്ലെ ചെയ്യാം നമുക്ക് കേട്ടാ. നല്ല അച്ഛൻ സ്കെയില് അങ്ങോട്ട് കംപ്ലീറ്റ്ലി. ഇതൊക്കെ ശിവന് കളർ ചെയ്യാനുള്ളത്, കളർ ബുക്ക്, പിന്നെ എന്തൊക്കെയോ ഹോംവർക്കൊക്കെ ഉണ്ട്. സ്ലേറ്റ് എടുത്ത് നീതി പഠിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടി. വെരി ഗുഡ്. അപ്പുറത്ത് നോക്കട്ടെ. ഇല്ല, മലയാളങ്ങളോ? മറ്റേത് മേടിച്ചു അവിടെ കൈ കൊണ്ട് ഇരിപ്പിച്ചോ നീ? ഞങ്ങൾ പുറത്ത് പോയപ്പോൾ പേരയ്ക്ക് മാങ്ങയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നാലും പേരയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ മാമൻ എക്സ്ട്രാ ഒരു ബിരിയാണിയും കൂടി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് ശിവ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ പരാതിയാണ് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ നല്ല മഴ പെയ്തു കേട്ടോ, നമുക്ക് മഴ പെയ്തു. ഇപ്പോൾ കുട്ടി തുമ്പറത്ത് കിടക്കുന്നുണ്ട്. ഒരു ദിവസം വരാണ്ടിരുന്ന വരെ ഇവിടെ പരാതികളാണ്, വന്നിട്ടില്ല പറഞ്ഞിട്ട്. എന്തെങ്കിലും കഴിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അമ്മ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ റോസാപ്പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ ഇടയ്ക്ക് നല്ല കാറ്റ് വീശുന്നുണ്ട്, മഴയൊക്കെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ശിവുവിന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഹോംവർക്ക് ഉണ്ട്, അപ്പോൾ അത് എഴുതിക്കാൻ വേണ്ടി ഇരുത്താണ് കേട്ടോ. മഴക്കാർ വന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം കയറാറായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കയറിയിട്ടില്ല, അറ്റത്ത് ഇങ്ങനെ കാണാണ്ട് കണ്ട. അത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് വെള്ളം. സാധാരണ ഇവിടേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറും കേട്ടോ. പ്രാവശ്യം കയറില്ല എന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. നല്ലൊരു മഴ 2 ദിവസം അടുപ്പിച്ച് പെയ്താൽ കഴിഞ്ഞു കത്തിക്കൽ. നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കുകയാണ് വെള്ളം കയറല്ലേന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് ഹോംവർക്കുള്ളൂ. ഞാൻ എഴുതാനുണ്ട്, പിന്നെ സ്ലേറ്റിൽ ഓൾറെഡി എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് എഴുതി പഠിപ്പിക്കണം. ഞാൻ പിന്നെ എന്താ പറയുക, കളർ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.